ഈ പരാതിയുടെ വിശദാംശങ്ങൾ ഇതിപ്പോൾ പോലീസിന് പരാതി നൽകുമ്പോൾ അതിലൊരു ദൃക്സാക്ഷി കൂടിയുണ്ട് എന്ന രൂപത്തിലാണോ പരാതി നൽകുന്നത്? എന്താണ് ഇപ്പോൾ നമുക്ക് നൽകാനാകുന്ന വിവരം സായി? തീർച്ചയായും സ്മൃതി, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് രാവിലെ നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം പലയിടത്തും വരുന്നത് ഇത് നേരത്തെ അന്വേഷിച്ച് തീർപ്പാക്കി അല്ലെങ്കിൽ വ്യാജമാണ് എന്നവർ കണ്ടെത്തിയെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ദൃക്സാക്ഷിയായിട്ടുള്ള യുവതി പറയുന്ന കാര്യങ്ങൾ സ്മൃതി, അത് അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ നേരത്തെ പരാതി കൊടുത്ത സമയത്ത് ഈ ദൃക്സാക്ഷിയുടെ മൊഴിയെടുത്തിരുന്നു, ഫോൺ വഴി എടുത്തിരുന്നു, നേരിട്ട് ഇവരോട് അന്വേഷണ ഉദ്യോഗസ്ഥർ സംസാരിച്ചിരുന്നു. പക്ഷേ അതിലൊന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു തരത്തിലും ചെവിക്കൊള്ളാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. വളരെ പെട്ടെന്ന് ആ കേസ് അവസാനിപ്പിച്ചു എന്ന് വേണം കരുതാൻ. ഇതിൽ ഈ ഇരയായിട്ടുള്ള യുവതി നമ്മളോട് സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ അന്ന് ആ രാത്രി ഈ CI വന്ന സമയത്ത് ഞാനും എൻ്റെ സുഹൃത്തും തിണ്ണയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ വാതിൽ മുട്ടുന്നത് കേട്ട് തുറന്നു കൊടുക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ വാതിൽ തുറന്നു കൊടുത്തയാളാണ് ഇപ്പോൾ ദൃക്സാക്ഷിയായി നമ്മളോടടക്കം സംസാരിച്ച യുവതി. അവർ വളരെ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഇവരുടെ ഗതികേട് ചൂഷണം ചെയ്യുകയായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ എന്നാണ് അവർ കൃത്യമായി പറയുന്നത്. ആദ്യം ഈ തിണ്ണയിൽ നിന്ന് ഇവരോട് സംസാരിച്ചു, പിന്നീട് യുവതിയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ അവരുടെ മുഖഭാവത്തിൽ വലിയ മാറ്റമുണ്ടായിരുന്നു. അപ്പോൾ ഈ യുവതിയോട് സംസാരിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്ന് അവർ വലിയ സങ്കടത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഈ ഇരയായിട്ടുള്ള യുവതി തന്നെ ഇവരോട് വിശദീകരിക്കുകയും ചെയ്തു. അങ്ങനെ ആ സ്ത്രീയുടെ ഗതികേട് ചൂഷണം ചെയ്യുകയായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നാണ് പറഞ്ഞത്. അവിടെ ഇവർ മാത്രമല്ല, അവിടെ കുട്ടികളുണ്ടായിരുന്നു ഈ വാതിലിന് പുറത്ത്. അവരോടും നമ്മുടെ TV പ്രസാദ് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് സംപ്രേഷണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അപ്പം അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇവർ ഓരോരുത്തരും പറയുന്നത്. ഈ ദൃക്സാക്ഷിയായിട്ടുള്ള യുവതി പറയുന്നത് അവർ എവിടെ വേണമെങ്കിലും, ഇത് കേട്ടറിവ് മാത്രമല്ല, താൻ നേരിട്ട് കണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് ഇവരുടെ ദുർഗതി ചൂഷണം ചെയ്യുകയായിരുന്നു. ആദ്യം CI വന്നു, പിന്നീട് DYSPയോട് പരാതി പറയാൻ പോയി, അവിടെയും മോശം അനുഭവമുണ്ടായി. ഇങ്ങനെയുള്ള ഒരു സ്ത്രീയല്ല ഇത് എന്നവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അവർക്ക് അറിയാവുന്നതാണ്, എന്നും കാണുന്ന ഒരു യുവതിയാണ്. അപ്പോൾ അവരുടെ ഒരു ഗതികേട് ചൂഷണം ചെയ്യുകയായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ എന്നാണ് പറയുന്നത്. എന്താണ് അവിടെ അന്ന് സംഭവിച്ചത് എന്ന് അവർ അപ്പോൾ തന്നെ ചോദിച്ചിരുന്നു. അത് CI ആണ് വന്നതെന്ന് ഇവർ പറഞ്ഞു. ആദ്യം ഇവർ സംസാരിച്ചു, പിന്നീട് ഈ യുവതിയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് അന്നവിടെ നടന്നത് എന്ന് ഈ ഉദ്യോഗസ്ഥൻ പോയ സമയത്ത് തന്നെ യുവതി അവരോട് പറയുകയും ചെയ്തിരുന്നു. പിന്നീട് ഇവരുടെ മൊഴിയെടുത്തു. അതായത് ഇതൊരു പരാതിയായി പോയപ്പോൾ ഈ ഇരയായിട്ടുള്ള യുവതിക്കൊപ്പം നിൽക്കുകയും ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ അവർക്കെല്ലാ ധൈര്യം കൊടുക്കുകയും ചെയ്തത് ഈ സുഹൃത്തായ യുവതി തന്നെയാണ്. അവർ ഈ പരാതി കൊടുത്തപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ ഫോണിൽ വിളിച്ചു, നേരിട്ടും ഇവരോട് സംസാരിച്ചു. പക്ഷേ അതൊന്നും എവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അന്വേഷണം പോയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ തുടർ നീക്കങ്ങൾ എന്തായി എന്ന് ചോദിക്കുമ്പോൾ അവർക്കും ഇപ്പോഴും അവ്യക്തതയാണ്. കാരണം ഇവർ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ഇതിൻ്റെ നൂലാമാലകളൊന്നും അവർക്കറിയില്ല. പോലീസ് ഉദ്യോഗസ്ഥർ ഇവരോട് സംസാരിച്ചു പോയി എന്നതിനപ്പുറം അതിലൊന്നും ഒരു തുടർ നടപടികളും ഉണ്ടായിട്ടില്ല. വളരെ പെട്ടെന്ന് കേസ് അവസാനിപ്പിക്കുകയും ചെയ്തു. അതാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ ഈ വാർത്ത പുറത്തു വന്നയുടൻ തന്നെ പറയുന്നത് ഇത് അന്ന് അന്വേഷിച്ച് വ്യാജ പരാതിയാണെന്ന് കണ്ടെത്തിയെന്ന്. പക്ഷേ ദൃക്സാക്ഷിയായിട്ടുള്ള യുവതി ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു, താൻ എവിടെ വേണമെങ്കിലും ഇത് പറയും. ഇത് താൻ കേട്ട കാര്യങ്ങളല്ല, താൻ കണ്ട കാര്യങ്ങളാണ്. ഇവർ തന്നോട് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. അന്ന് ഈ ഉദ്യോഗസ്ഥൻ വരുമ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന ഒരാളാണ് താൻ. അതുകൊണ്ട് താൻ എവിടെ വേണമെങ്കിലും ഈ പരാതി നൽകും. ഇനിയൊരാൾക്കും ഇത്തരത്തിലുള്ള ഒരു ഗതി ഉണ്ടാകരുത്. ഒരു പെണ്ണിനെയും ഈ രീതിയിൽ ചൂഷണം ചെയ്യരുത് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും ഇത് പറയാം എന്നവർ പറയുന്നു. ഇത് ഇവരുടെ ഗതികേട് ചൂഷണം ചെയ്യുകയായിരുന്നു, മഹാചതിയാണ് ഇവരോട് ചെയ്തത് എന്നൊക്കെ വളരെ കൃത്യമായി പറയുന്നു. ഇത് DYSPയോടും പിന്നീട് SP-യോടും താൻ പറഞ്ഞു എന്ന് ഈ പരാതിക്കാരി ഈ സുഹൃത്തിനോട് പറയുന്നുണ്ട്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഇരയായിട്ടുള്ള യുവതി ഷെയർ ചെയ്തതും ഈ സുഹൃത്തിനോട് കൂടിയായിരുന്നു. അതുകൊണ്ട് അവർ പറയുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ് സാറേ എന്നാണ് നമ്മളോട് TV പ്രസാദിനോട് അവർ സംസാരിച്ചത്. അത്രയും വൈകാരികമായിട്ട് അവർ പറയുന്നു. അതുകൊണ്ടാണ് താൻ ഇത് ധൈര്യസമേതം എവിടെ വേണമെങ്കിലും പറയാം, ഇവർക്ക് നീതി കിട്ടണം, ഇനിയൊരാൾക്കും ഈ ഒരു ഗതി വരരുത് എന്ന് പറയുന്നു. അത്രയും മോശമായിട്ട് ഇത് ദൃക്സാക്ഷി എന്നതിനപ്പുറം ആ പോലീസ് ഉദ്യോഗസ്ഥനോട് CIയോട് ഈ വിഷയത്തിൽ പ്രതികരിക്കുക കൂടി ചെയ്തിട്ടുണ്ട് ഈ ദൃക്സാക്ഷി എന്നാണ് അവരുടെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.